യൗവനകാലം മുതൽ 4 കുട്ടികളെ വളർത്തി വലുതാക്കുന്ന തിരക്കിലായിരുന്നു നടൻ കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും. അധിക പ്രായ വ്യത്യാസമില്ലാതെ പിറന്ന 4 പേരെയും കുറവുകളില്ലാതെ വളർത്തുക എന്നായിരുന്നു മാതാപിതാക്കളുടെ ലക്ഷ്യം. അക്കാലത്ത് കൃഷ്ണകുമാർ സിനിമ സീരിയൽ ലോകത്തെ പരിചിത മുഖമാണെങ്കിൽ പോലും ഏതൊരു കുടുംബത്തെ പോലെയും വരുമാനം ഇവർക്ക് പ്രധാനമായിരുന്നു. കൃഷ്ണകുമാർ മക്കളെ വളർത്താൻ ആരുടെയും മുന്നിൽ കൈനീട്ടിയിട്ടില്ല. സിനിമയിൽ പച്ചപിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ പരസ്യചിത്ര നിർമ്മാണം, പരസ്യ ബോർഡുകൾ, റോഡ് സൈഡുകളിലെ പണി തുടങ്ങി നിരവധി ജോലികൾ ചെയ്തിരുന്നു സിന്ധുവും കൃഷ്ണകുമാറും. അന്നത്തെ കഷ്ടപ്പാടുകളൊന്നും ഇന്നില്ല. കുടുംബ പശ്ചാത്തലം ഒരുപാട് മെച്ചപ്പെട്ടു. മക്കളെല്ലാം അവരുടേതായ വഴികളിലൂടെ സഞ്ചരിച്ച് വരുമാനം കണ്ടെത്തി തുടങ്ങി. മക്കൾ ഇപ്പോൾ ഒന്നിനും സിന്ധുവിനെയും കൃഷ്ണകുമാറിനെയും ബുദ്ധിമുട്ടിക്കാറില്ല. മാതാപിതാക്കളുടെ സന്തോഷത്തിനു കൂടി പ്രാധാന്യം നൽകുന്ന 4 പെൺമക്കളാണ് സിന്ധുവിനും കൃഷ്ണകുമാറിനും ലഭിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായുള്ള ഒരു താരകുടുംബം കൂടിയാണ് ഇവരുടേത്. ബാലിയിലെ അവധി ആഘോഷത്തിനിടയിൽ സമയം കണ്ടെത്തി ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സിന്ധു കൃഷ്ണകുമാർ. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് താരപത്നി ആരാധകരുമായി സംവദിച്ചത്. മരുമകനായി അശ്വിൻ കൂടി കുടുംബത്തിലേക്ക് വന്നതിനു ശേഷമുള്ള ഫാമിലി ട്രിപ്പ് എങ്ങനെയുണ്ടെന്ന് ആരാധകന്റെ ചോദ്യത്തിന് പ്രതികരിച്ചുകൊണ്ടാണ് സിന്ധു സംസാരിച്ചു തുടങ്ങിയത്. എപ്പോഴും ഞങ്ങൾ 6 പേർ മാത്രമാണ് യാത്ര ചെയ്യാറുള്ളത്. ഇപ്പോൾ അത് 7 പേരായി. ഇതുവരെ വളരെ നല്ലതായിരുന്നു എല്ലാം. അശ്വിൻ ഞങ്ങളുടെ കുടുംബവുമായി പെട്ടെന്ന് അഡ്ജസ്റ്റ് ആകുന്നുണ്ട്. അശ്വിൻ വളരെ സ്വീറ്റ് ബോയ് ആണ്, വളരെ അഡ്ജസ്റ്റിംഗ് ആണ്, ഡൗൺ ടു എർത്ത് ആണ്, ഈഗോ ഒന്നുമില്ലാത്ത കുട്ടിയാണ്. ഞങ്ങൾ 6 പേരുടെ കൂടെ 7ാമത് ഒരാൾ കൂടി എന്ന ഫീൽ ചെയ്യാതെ ഇരിക്കുന്നുവെങ്കിൽ അത് അയാൾ നമ്മളിൽ അത്രത്തോളം സിങ്ക് ആവുന്നതുകൊണ്ടാണ്, ഇടപഴകുന്നത് കൊണ്ടാണ് എന്നാണ് മരുമകനെ കുറിച്ച് സിന്ധു പറഞ്ഞത്. ട്രിപ്പിനുള്ള പണം എല്ലാവരും വീതം വെച്ചെടുക്കുകയാണോ എന്ന ചോദ്യത്തിനാണ് പിന്നീട് സിന്ധു പ്രതികരിച്ചത്. എല്ലാവരും അവരുടേതായ വിഹിതം ട്രിപ്പിന് വരുമ്പോൾ അതിന്റെ ചിലവിലേക്കായി ഇടും. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ പേ ചെയ്യും, മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി വരുമ്പോൾ അടുത്തയാൾ പേ ചെയ്യും. അങ്ങനെയാണ്. പിന്നെ എല്ലാവരും സമ്പാദിക്കുന്നുണ്ടല്ലോ, എല്ലാവരും പണം ഇടുന്നതിനാൽ ആർക്കും അധികം ഭാരം വരുന്നില്ല. അഹാനയാണ് ട്രിപ്പെല്ലാം പ്ലാൻ ചെയ്യുന്നത്. അവൾ ചെയ്താലേ എല്ലാം കറക്റ്റ് ആവുമെന്ന് സിന്ധു കൂട്ടിച്ചേർത്തു. ബാലിയിൽ നിന്നുള്ള വൈറലായ ഫാമിലി ഡാൻസിന് പിന്നിൽ ഓസിയാണെന്നും അതുമായി ബന്ധമുള്ള ചോദ്യത്തിന് മറുപടിയായി താരപത്നി പറഞ്ഞത്, ഓസിയുടെ ഐഡിയയാണ് ഡാൻസ് റീൽസിന് പിന്നിൽ. സ്റ്റെപ്പൊക്കെ കാണിച്ചു തന്നു. കുളമാവുകയാണെങ്കിൽ ഇടില്ല എന്ന് കരുതി തന്നെയാണ് എടുത്തത്. പക്ഷെ നന്നായി വന്നു. വിവാഹശേഷം ദിയയ്ക്ക് വന്ന മാറ്റങ്ങൾ എന്തെന്ന ചോദ്യത്തിന് സിന്ധു പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: ഓസി വിവാഹശേഷം കൂടുതൽ സമയം ഞങ്ങളുടെ കൂടെ ചിലവഴിക്കുന്നതായി എനിക്ക് തോന്നുന്നു. അങ്ങനെയൊരു വ്യത്യാസം അവൾക്ക് വന്നിട്ടുണ്ട്. ദിയയുടെ വിവാഹത്തെക്കുറിച്ച് അഹാന ഇമോഷണലായി സംസാരിക്കുന്ന രംഗം കണ്ടതിന് ശേഷമുള്ള ദിയയുടെ പ്രതികരണം എന്തായിരുന്നുവെന്നും ആരാധകരിൽ ഒരാൾക്ക് അറിയേണ്ടിയിരുന്നത്. റിയാക്ഷൻ നേരിട്ട് കാണാൻ സാധിച്ചില്ലെന്നും അമ്മു ഓസിയെ കുറിച്ച് പറഞ്ഞ വീഡിയോ വളരെ നല്ലതായിരുന്നുവെന്നും സിന്ധു പറഞ്ഞു. ആ വീഡിയോ കണ്ട് ഓസി കരഞ്ഞുവെന്നും അവൾക്കത് ഇഷ്ടപ്പെട്ടുവെന്നും അശ്വിൻ വിളിച്ചു പറഞ്ഞു. ആ റിയാക്ഷൻ ഞാൻ കണ്ടില്ല.